ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിൻ്റെ പേരെന്ത്? സബർമതി ആശ്രമം. നെഹ്റുവിൻ്റെ വിദേശ നയം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചേരിചേരാ നയം. ജന്മകാരിണി ഭാരതം, കർമ്മമേദിനി ഭാരതം പ്രശസ്തമായ ദേശഭക്തി ഗാനമാണിത്. ഇതിൻ്റെ രചയിതാവ് ആര്? പി. ഭാസ്കരൻ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കീർത്തി മന്ദിർ. പുലേ രാജാവെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളി. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമനപ്പേരെന്ത്? മോനിയ. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആര്? ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആര്? മഹാത്മാഗാന്ധി. നെഹ്റു തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരം പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേരെന്ത്? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ശാന്തിനികേതൻ സ്ഥാപിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ആര്? M.O. മത്തായി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ ഗുജറാത്തിൽ സ്ഥാപിച്ച ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണിത്. ആരുടെ പ്രതിമയാണിത്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഭാരതരത്ന. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ഏത്? ശാന്തിവനം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണി. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആര്? രാം സിംഗ് താക്കൂർ. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഗാന്ധിജി. ഗാന്ധിജിയുടെ ഊന്നുവടിയുമായി ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത ഈ ബാലന്റെ പേരെന്താണ്? ഗാന്ധിജിയുടെ പേരക്കുട്ടി കനു രാംദാസ് ഗാന്ധി. നാഷണൽ ഹെറാൾഡ് പത്രം ആരംഭിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്നത് നിങ്ങൾക്കറിയാം. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചത് എവിടെയായിരുന്നു? അഗാഖാൻ കൊട്ടാരം. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്ന മലയാളത്തിലെ പ്രിയപ്പെട്ട കവി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രമേത്? തത്വബോധിനി. മഹാത്മജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? മഹാദേവ് ദേശായി. നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? സുബ്ബറാവു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ഭീമസേനനെ കേന്ദ്ര കഥാപാത്രമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട M.T. വാസുദേവൻ നായരുടെ പ്രധാന സാഹിത്യ സൃഷ്ടിയുടെ പേരെന്താണ്? രണ്ടാമൂഴം.
വൈസ്രോയി ഇർവിൻ പ്രഭു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവം ഏതായിരുന്നു? ദണ്ഡിയാത്ര അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹം. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? ലാൽ ബഹദൂർ